ഇന്നത്തെ റെസിപ്പി ബ്രെഡും ഏത്തപ്പഴവും ഉണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ബനാന ഇടുമ്പോൾ ഫ്രിറ്റേഴ്സ്. തന്നെയുള്ള സൗണ്ട് കേട്ടാൽ മനസ്സിലാവും അത് ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിന് ഞാനൊരു 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 3 തന്നെ ആവശ്യമില്ല, നമുക്ക് 2 ഒക്കെ അത്യാവശ്യം എണ്ണം ഉണ്ടാകുന്നതാണ്. അപ്പം ആദ്യം തന്നെ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 ബ്രെഡിൻ്റെ സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടി ബ്രെഡ് പൊടിച്ചതാണ് വേണ്ടത്. അപ്പം ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മാവ് ജസ്റ്റ് ഒരു 2-3 സ്പൂൺ മൈദ ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കിയെടുക്കണം. അതായത് ഈ ഏത്തപ്പഴം ഒന്ന് ഇതിലോട്ട് മുക്കിയിട്ടാണ് ബ്രെഡിലോട്ട് കോട്ട് ചെയ്യുന്നത്. അപ്പം ഈ മാവൊന്ന് റെഡിയാക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ബ്രെഡ് പൊടിച്ച് ഞാൻ ഒരു പരന്ന പാത്രത്തിലോട്ട് ഇത് മുക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏത്തപ്പഴം നടുക്കെ ഒന്ന് 2ആയിട്ട് മുറിച്ചിട്ടാണ് ഇത് വീണ്ടും നമ്മൾ പഴംപൊരിക്ക് മുറിക്കുന്ന പോലെ ഒന്ന് മുറിച്ചിട്ട് പിന്നെ അത് വീണ്ടും ചെറിയ ചെറിയ നീളത്തിൽ ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. ഒരു പീസിന് ഒരു 3 പീസൊക്കെ ആക്കിയിട്ട് അങ്ങനെ എല്ലാം നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിപ്പം നമുക്ക് പിന്നെ നോമ്പ് തുറക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിലും നമ്മളിപ്പോൾ സാധാരണ എപ്പോഴും പഴംപൊരി ഒരുപോലെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റും ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള. ഇത് ബനാന ഫ്രിറ്റേഴ്സ് എന്നും പേരൊക്കെ ഉണ്ട്. അപ്പം എന്താണ് ഇങ്ങനെ നമ്മൾ മൈദയിൽ മുക്കി പിന്നെ ബ്രെഡിലും കൂടി കോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് തിളച്ച എണ്ണയിലോട്ട് ഓരോ മിനിറ്റ് വെച്ച് ഇട്ടാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ നല്ല മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ 2 സൈഡും മൊരിച്ചെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന വെറൈറ്റി ഫ്രൈ, അതായത് ബനാന ഫ്രിറ്റേഴ്സ് റെഡിയാവും. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ക്രിസ്പിയാണ്. നമ്മളിങ്ങനെ ബനാന സ്റ്റിക്ക്, മറ്റേ പൊട്ടറ്റോ സ്റ്റിക്കൊക്കെ പോലെ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുന്നതാണ്. ഇത് ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും കൂടി ഇട്ട് അങ്ങനെ മൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള. നമുക്ക് കൂടുതൽ മൊരിയണമെങ്കിൽ ഒരു നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ മൊരിച്ചെടുക്കാം.